ഓം ഗുരുഭ്യോ നമ. ഓം ഗംഗണപതയേ നമ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1-2 വീഡിയോകൾ ഇട്ടില്ല, ഒരുപാട് അഭിപ്രായങ്ങളും കമൻസും ഒക്കെ വന്നു. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെല്ലാവരും. അപ്പോൾ ഇത് ഞാൻ ഒരു കാര്യം പ്രത്യേകം എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ജ്യോതിഷത്തിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇൻഡെപ്തായിട്ട് ഒരു കാര്യമൊന്നും നമ്മൾ കവർ ചെയ്ത് പോവില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, മനസ്സിലാക്കാൻ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. പിന്നെ പറഞ്ഞാലും ഒരുപാട് പഠിക്കാനും ചെയ്യാനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് എളുപ്പമല്ല. അതുകൊണ്ട് ബേസിക്കായിട്ട് നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചാനലിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് പല കാര്യങ്ങളും ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ എളുപ്പമുണ്ട്. പിന്നെ വന്നിട്ട് ഞാൻ ജ്യോതിഷം മാത്രമല്ല, ഈ പറഞ്ഞ പല സൊല്യൂഷൻസ് ആയാലും കാര്യങ്ങളായാലും ജ്യോതിഷത്തിലൂടെ മാത്രമല്ല, ന്യൂമറോളജി, അതുപോലെ ക്രിസ്റ്റൽ തെറാപ്പി, ഏഞ്ചൽ ഹീലിംഗ്, ഇതുപോലുള്ള കോഴ്സുകൾ ഞാൻ ചെയ്തിരുന്നു. NLP സൈക്കോളജിയുടെ കോഴ്സുകൾ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ചെറിയ ടിപ്സാണ്. അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഒരു എന്താ പറയുക കോമ്പിനേഷനായിട്ടാണ് ഞാൻ ഇവിടെ പല ടിപ്സുകളും പലതിൽ നിന്നും എടുത്തിട്ടുണ്ട്. ജ്യോതിഷം മാത്രമല്ല, പലതിൽ നിന്നും എടുത്ത ടിപ്സുകളുണ്ട് അതിനകത്ത്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് എല്ലാം കൂടി പറഞ്ഞാൽ ഇപ്പോൾ ശനിയുടെ കാര്യം തന്നെ ഒരുപാടുണ്ട് പറയാൻ. അപ്പോൾ ഇന്ന് ഒരു സബ്ജക്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും, ഇപ്പം ഞാനുൾപ്പെടെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും, ദൈവമേ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കൃത്യമായി പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്, പക്ഷേ എന്നിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു ഗുണം അല്ലെങ്കിൽ ഒരു ഫലം കിട്ടുന്നില്ല എന്ന് പലപ്പോഴും, അല്ലെങ്കിൽ വല്ലപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നമുക്കങ്ങനെ ചിന്തകൾ വന്നിട്ടുണ്ടാകാം മനസ്സിലൂടെ. ഇനി അതല്ല, ചില ആൾക്കാരുടെ ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ചില ആൾക്കാർ എന്തൊക്കെ ചെയ്താലും, നല്ല കാര്യങ്ങൾ ചെയ്താലും അവസാനം അവർ പ്രശ്നങ്ങളിലോട്ട് ചെന്ന് വീഴുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചെറിയൊരു ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് ഏതൊക്കെ മേഖലകളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സാമ്പത്തികമാണ്. ഇപ്പോൾ സാമ്പത്തികത്തിൽ എപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരിക, അല്ലെങ്കിൽ വരവും ചിലവും തുല്യമായിരിക്കുക, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള, ഇപ്പോൾ പൈസ വന്നിട്ട് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരിക. ഇതാണ് സാമ്പത്തിക കാര്യത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. പിന്നെ നമുക്ക് സംഭവിക്കാറുള്ളതെന്ന് വെച്ചാൽ, ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ വരിക, ഒരു പർട്ടിക്കുലർ ഇഷ്യൂ അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആരോഗ്യപരമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ചില ആളുകൾ, എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക്. പിന്നെ നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിന് സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക, എപ്പോഴും കുടുംബത്തിൽ കലഹം വരിക, ദുഃഖം വരിക, മനോദുഃഖം വരിക, സന്തോഷമില്ലാത്ത അവസ്ഥ വരിക. ഇതൊക്കെ നമുക്ക് ഒരു ചില പർട്ടിക്കുലർ സമയത്ത് നമുക്ക് അതിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ വരും. ഇതൊക്കെ ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥാനങ്ങളും നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ടും ജാതക ഫലങ്ങൾ കൊണ്ടും മാത്രമല്ലാതെ മറ്റ് ചില ഫാക്ടേഴ്സ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാമെന്ന് ഓർത്തിട്ടാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ കർമ്മമാണ്, കർമ്മഫലം നമ്മൾ പറയും, കാർമിക് ബണ്ടിൽസ്, നമ്മൾ ക്യാരി ചെയ്യുന്ന കാർമിക് ദോഷങ്ങൾ. അതെങ്ങനെ നമ്മളിലോട്ട് വരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ചിന്തിക്കും, ഞാൻ ഈ ജന്മത്തിൽ എൻ്റെ അറിവിൽ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആർക്കും ദോഷം ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മളെ ബാധിക്കുന്നത് ഈ ജന്മം, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ നമുക്ക് അറിവുള്ളൊരു തലം മാത്രമല്ലാതെ സ്പിരിച്വൽ ലെവല്, അല്ലെങ്കിൽ ഉപബോധ മനസ്സ്, അതിനും അപ്പുറത്ത് സ്പിരിച്വൽ ഇതിലൊക്കെ നമുക്ക് തലങ്ങളിലൊക്കെ നമുക്ക് ബന്ധങ്ങൾ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള പഴമുജന്മങ്ങൾ, പാസ്റ്റ് ലൈഫ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, പാസ്റ്റ് ലൈഫിലെ ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അച്ഛനമ്മമാർ, അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറ ആൾക്കാരൊക്കെ ചെയ്തതിൻ്റെയൊക്കെ ഒരു കാർമിക് ബണ്ടിലുമായിട്ടാണ് നമ്മളിൽ പലരും ഭൂമിയിൽ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ജാതകം, ഇപ്പം ജ്യോതിഷത്തിൽ ആൾക്കാർക്ക് വിശ്വാസം പോകുന്ന ഒരു കാര്യം അവിടെയാണ്. ചില ജാതകങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വളരെ നല്ല ഫലങ്ങളായിരിക്കും, ഇന്ന സമയത്ത് നിങ്ങൾ രക്ഷപ്പെടും മറ്റേതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കതിൻ്റെ ഫലം കിട്ടാതെ വരുന്നു. അപ്പം അതിൻ്റെ കാരണം ഇപ്പോൾ 3-4 കാരണങ്ങൾ കൊണ്ട് വരും. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കാർമിക് ദോഷങ്ങൾ നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ അത് നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കും. കാർമിക് ഒരു ഘടകമാണ്. മാതാവിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും
ശാപം ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെ ശാപം നമ്മളെ ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. മാതൃശാപ, പിതൃശാപ, അത്യുഗ്ര സർപ്പശാപാൽ, അതുപോലെ ആഭിചാര ദോഷഹരാഹരാൽ, അതാണ് ആ ശ്ലോകം വരുന്നത്. അപ്പം ഗുരുവിനെ നമ്മൾ നിന്ദിക്കാതിരിക്കുക. ബ്രഹ്മശാപം, അതായത് സാത്വികന്മാരെ നമ്മൾ ദ്രോഹിക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ നമ്മുടെ തലമുറകളിൽ ആരെങ്കിലുമൊക്കെയോ ഇതുപോലുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ശത്രുക്കൾ മൂലം ആവിചാരം പോലത്തെ കർമ്മങ്ങൾ നമുക്കെതിരെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ജാതക ഫലം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്നുള്ളതാണ് ആചാര്യൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂമറോളജി യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനലൈസ് ചെയ്തിട്ട് നമുക്ക് പോരായ്മകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ എന്തൊക്കെ പോരായ്മകൾ ഉള്ളത് കൊണ്ടാണെന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ രീതിയിൽ നമുക്ക് പരിഹാരം ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് നമ്മുടെ ചക്ര അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ 7 ചക്രകളുണ്ട്. ഈ 7 ചക്രകളെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാര ചക്രം. ഇത്രയും ചക്രങ്ങളിൽ നമുക്ക് ബ്ലോക്കേജുകൾ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ പ്രശ്നങ്ങൾ പലതും പല രീതിയിലാണ് നമ്മളെ സ്വാധീനിക്കുക. ചിലർക്ക് അകാരണമായ ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ അകാരണമായ ടെൻഷൻ വരുന്നു. ഇത് ഓരോ ചക്രകളുമായിട്ട് ബന്ധപ്പെട്ട്. ചിലർക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ, എപ്പോഴും തലവേദന വരിക, അതുപോലെ തന്നെ ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ എപ്പോഴും വരിക, PCOD വരിക, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം, അതുപോലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് വരുന്നതെല്ലാം ഈ ചക്രകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഹീലിംഗ് ചെയ്യുക. എനർജി ഹീലിംഗ് എന്ന് പറയും. റേക്കി, അതുപോലെ ആസ്ട്ര ഹീലിംഗ്, ക്രിസ്റ്റൽ ഹീലിംഗ്, പെൻഡുലം ഹീലിംഗ്, ഇങ്ങനെ പല ടൈപ്പുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഹീലിംഗ് ചെയ്യാൻ സാധിക്കും. മെഡിറ്റേഷനിലൂടെ, ഗ്രൗണ്ടിങ് ടെക്നിക്കുകളിലൂടെ നമുക്ക് അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും അതിൽ നിന്നും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അത് നമ്മൾ കണ്ടെത്തുകയും അതിന് വേണ്ടിയിട്ട് മാറ്റം വരുത്താനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്കത് മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളൊരു അറിവ് ഞാനിതിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വലിയ ചിലവുകളൊന്നും വരില്ല. നമുക്ക് ഓരോരുത്തരുടെ ഗ്രഹനിലയും അവരുടെ സമയവും ഡേറ്റ് ഓഫ് ബർത്തും സിഗ്നേച്ചറും ഒക്കെ അനലൈസ് ചെയ്ത് ഫേസ് റീഡിംഗ് ഒക്കെ ചെയ്തിട്ട് ഇൻഡ്യൂഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് സാധ്യതകളുണ്ട്. അപ്പം അതിനൊക്കെ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ പരിഹാരങ്ങൾ അറിയേണ്ടവർക്കൊക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ലൊക്കേഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവിടെ വന്ന് നേരിട്ട് കാണാവുന്ന കേസുകളാണെങ്കിൽ നേരിട്ട് കാണാം. അതല്ല ഓൺലൈനിൽ എന്നെ പലരും വിളിച്ചിട്ട് സംസാരിച്ച് പരിഹാരങ്ങൾ മേടിച്ച് പോകാറുണ്ട്. അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എനിക്ക് ജോലിയുണ്ട്. അപ്പം വിളിക്കുന്നവർ ഒന്ന് മെസ്സേജ് അയച്ച് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് വിളിക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കാര്യം ഞാനൊരു കമ്പനിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ചെറിയ അമ്പലം പൂജകളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതിനകത്ത് ഒക്കെ തിരക്കുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് പരിമിതികളുണ്ട്. ഉള്ള സമയം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരെയും സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അതിനും സഹായിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഇതുപോലുള്ള അവസ്ഥകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, അകാരണമായ ചിലവുകൾ, അകാരണമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രയാസങ്ങൾ, കുടുംബത്തിലൊരു സ്വസ്ഥതയില്ലായ്മ, ഭാര്യയും ഭർത്താവും തമ്മിലൊരു സ്വരച്ചേർച്ചയില്ലായ്മ, അമ്മായിയമ്മ മരുമകൾ പ്രശ്നങ്ങൾ വരിക, അതുപോലെ തന്നെ അസുഖങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് പല ടൈപ്പ് അസുഖങ്ങൾ. പക്ഷേ ചില കാര്യങ്ങളിൽ ഈ ഓൾട്ടർനേറ്റീവ് തെറാപ്പി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ സിസ്റ്റം എന്ന് പറയും, ആ ഒരു സിസ്റ്റവും സപ്പോർട്ടീവായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട്സ് പെട്ടെന്നായിരിക്കും എന്നുള്ളതാണ്. ഇതെൻ്റെ അനുഭവമാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ന്യൂമറോളജി, ക്രിസ്റ്റൽ ഹീലിംഗ്, NLP, സൈക്കോളജി, അതുപോലെ തന്നെ പെൻഡുലം, ശംഖുജ്യോതിഷം, ഇങ്ങനെയുള്ള ടാരോ റീഡിങ്, ഇതൊക്കെ വെച്ചിട്ടാണ് പല മേഖലകളിലൂടെ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. എല്ലാ കാര്യങ്ങൾക്കും ഒരു 90% കാര്യങ്ങൾക്കും പരിഹാരം ഉള്ള കാര്യങ്ങളാണ്. വലിയ എക്സ്പെൻസ് ഇല്ലാതെ തന്നെ നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം എന്നെ കേൾക്കുന്നവർക്ക്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നോട് സഹായം ചോദിക്കുന്നവർക്ക് ഞാൻ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.